ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, വിശ്വാസിനികൾ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടെ തഖ്വയോടെ ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ദഖല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ അടുക്കലേക്ക് ഒരിക്കൽ പ്രവാചകൻ കടന്നു വന്നു. വഫി യദി ഫതഹാത്തും മിൻ വറിഖ്, എന്റെ കയ്യിൽ ചില ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. ഫഖാല, നബി എന്നോട് ചോദിച്ചു, മാ ഹാദാ യാ ആയിഷ, ആയിഷ ഇതെന്താണ്? ഫഖുൽതു, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ മറുപടി പറഞ്ഞു, സനഅതുഹുന്ന അതസയ്യനു ലക യാ റസൂലല്ലാഹ്, ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുക എന്നതുപോലെ ഞാൻ അങ്ങേക്കു വേണ്ടി അലങ്കാരം സ്വീകരിക്കാൻ, അണിഞ്ഞൊരുങ്ങാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ആഭരണങ്ങൾ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുഅദ്ദീന സകാതഹുൻ, നീ ആ ആഭരണങ്ങളുടെ, നിന്റെ കയ്യിലുള്ള ആ വസ്തുക്കളുടെ സകാത്ത് നൽകിയിട്ടുണ്ടോ? ഖുൽതു ലാ ഔ മാഷാ അല്ലാഹ്, ഞാൻ പറഞ്ഞു ഇല്ല. നബി എന്നോട് മറുപടി പറഞ്ഞു, ഹുവ ഹസ്ബുകി മിനന്നാർ, നിനക്ക് നരകം കിട്ടാൻ അത് മതിയാകും. നിന്റെ കയ്യിൽ അണിഞ്ഞിട്ടുള്ള ആഭരണങ്ങളുടെ സകാത്ത് നീ നൽകിയിട്ടില്ലെങ്കിൽ നിനക്ക് നരകം കിട്ടാൻ അത് മതിയാകും. സഹോദരങ്ങളെ, സകാത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു മാസമാണ്, ആളുകൾ ചിന്തിക്കുന്ന ഒരു മാസമാണ് റമദാൻ. പരിശുദ്ധ റമദാനിലല്ല സകാത്ത് പ്രത്യേകമായി നൽകപ്പെടേണ്ടത്. എപ്പോഴാണോ അതിന്റെ സമയമാകുന്നത് അപ്പോൾ അത് നൽകണം. റമദാനിലെങ്കിലും ആളുകൾ സജീവമായി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ നല്ല ഒരു കാര്യമാണ്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉമ്മഹാത്തുൽ ഇബാദ എന്ന് പറയുന്ന ഇബാദത്തുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 4 ആരാധനകൾ, നമസ്കാരം, സകാത്ത്, നോമ്പ്, ഹജ്ജ്. അതിൽപ്പെട്ട ഒന്നാണ് സകാത്ത്. അഖീമുസ്സലാ വ ആത്തുസ് സകാത്ത് എന്ന് ഖുർആൻ ഓതുമ്പോൾ പലതവണ നമ്മൾ ഓതിപ്പോയിട്ടുണ്ട്. നമസ്കാരത്തോടൊപ്പം 82 സ്ഥലത്താണ് ഖുർആൻ സകാത്തിനെ ചേർത്ത് പറഞ്ഞത്. ഞാൻ പറയുന്നത് അനിവാര്യമായി നമ്മൾ നിർവഹിക്കേണ്ട നമ്മുടെ ബാധ്യത, അത് നിർവഹിക്കാതിരുന്നാൽ ലഭിക്കുന്ന പരലോക ശിക്ഷയെ കുറിച്ചാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഓർമ്മപ്പെടുത്തിയത്.
ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസും കാണാം. വഖദ് സബത അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന ഇംറഅതൻ ദഖലത് അലൈഹി വഫി യദി ഇബ്നതിഹാ, ഒരു സ്ത്രീ നബിയുടെ അടുത്തേക്ക് കടന്നു വന്നു. അപ്പോൾ അവളുടെ ആ സ്ത്രീയുടെ മകളുടെ കയ്യിൽ സ്വർണത്തിന്റെ ചില ആഭരണങ്ങളുണ്ട്. നബി ചോദിച്ചു, അതുഅതീന സകാത ഹാദിഹി, ഇതിന്റെ സക്കാത്ത് നീ നൽകിയിട്ടുണ്ടോ? ഖാലത് ലാ, ആ സ്ത്രീ പറഞ്ഞു, ഞാൻ കൊടുത്തിട്ടില്ല, ഇതിന്റെ സക്കാത്ത് നൽകിയിട്ടില്ല. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്, അയസുറുകി അയ്യുസവ്വിറകില്ലാഹു ബിഹിമാ യൗമൽ ഖിയാമത്തി സിവാറൈന മിനന്നാർ, നാളെ പരലോകത്ത് അല്ലാഹു ഈ രണ്ട് സ്വർണവളകൾക്ക് പകരമായി തീയിൽ നിന്നുള്ള അഗ്നിയാലുള്ള നരകത്തിന്റെ രണ്ട് വളകൾ നിനക്ക് അണിയിക്കുന്നതിനെ കുറിച്ച് അത് നിനക്ക് സന്തോഷം നൽകുന്നുവോ എന്ന് ഗൗരവത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എന്നാണ്. സകാത്ത് നൽകാത്തവർക്ക് പരലോകത്ത് ശിക്ഷയുണ്ട് എന്ന അതിന്റെ പ്രാധാന്യവും മഹത്വവും വിശദീകരിക്കുന്ന ധാരാളം സംഭവങ്ങൾ, ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനതിന്റെ മഹത്വം, പ്രാധാന്യം ദീർഘിപ്പിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏറെക്കുറെ ആളുകൾക്ക് പുതിയ കാലത്ത് സാഹചര്യത്തിൽ സകാത്ത് നൽകണമെന്ന ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ട് ആളുകളുടെ ഉള്ളിൽ പലപ്പോഴും. പക്ഷേ ആവർത്തിച്ചു പോകുന്ന കുറെ സംശയങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു കുറച്ച് കാര്യങ്ങളൊന്ന് എടുത്തു പോകാമെന്നാണ് വിചാരിക്കുന്നത്. നിരന്തരമായി ആളുകളിൽ നിന്ന് ഉയർന്നു വരുന്ന ചില ചിന്തകൾ, ചോദ്യങ്ങൾ, അവയുടെ മതപരമായ വശം കൂടി പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് റമളാൻ സക്കാത്തിന്റെ മാസമാണ്, നോമ്പും സക്കാത്തും ഒക്കെ റമളാനിൽ നൽകേണ്ടതാണ് എന്ന ഒരു ചിന്ത ആളുകളിൽ ഉണ്ടാകുന്നു. റമളാനാണോ സക്കാത്തിന്റെ മാസം? എന്താണ് ഇസ്ലാമികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്? റമളാൻ നോമ്പിന്റെ മാസമാണ്. അതോടൊപ്പം മറ്റു ധാരാളം ഐച്ഛികമായ ആരാധനകൾ കൂടി റമളാൻ മാസത്തിൽ നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ അവതരിച്ച മാസമായതുകൊണ്ട് തന്നെ ഖുർആൻ ധാരാളമായി ഓതുക എന്നുള്ളത് റമളാനിൽ പുണ്യമുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി സ്വതഖകൾ നൽകിയിരുന്നു എന്നുള്ളത് പ്രവാചകന്റെ റമളാനിലെ ജീവിതത്തെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാത്രി നമസ്കാരം പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, വ്രതാനുഷ്ഠാനമുണ്ടായിരുന്നു, സ്വതഖകൾ നൽകിയിരുന്നു. സക്കാത്ത് എപ്പോഴാണോ അതിന്റെ സമയമാകുന്നത് അപ്പോൾ നൽകുക. റമളാനിൽ സക്കാത്ത് നൽകുന്നു എന്നതിന് പ്രത്യേകിച്ച് പ്രത്യേകതയില്ല. ശഅബാനിൽ സക്കാത്ത് നൽകാൻ നിർബന്ധമായിട്ടുള്ള ഒരാൾ റമളാനിലേക്ക് നീട്ടിവെക്കുന്നു എന്നത് ശരിയല്ല. അത് ശഅബാനിൽ തന്നെ കൊടുക്കണം. അതിനു മുമ്പ് റജബിലോ അല്ലെങ്കിൽ അതിനു മുമ്പ് മറ്റേതെങ്കിലും മാസത്തിൽ സക്കാത്ത് നിർബന്ധമായിട്ടുണ്ടെങ്കിൽ അത് റമളാനിലേക്ക് നീട്ടിവെക്കുക അല്ല വേണ്ടത്, നേരത്തെ തീർക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് സക്കാത്തിന്റെ മാസം കൂടിയാണ് റമളാൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. എന്നാൽ സക്കാത്തിലേക്ക് റമളാനിലേക്ക് തന്റെ കാലത്തെ കണക്കുകൂട്ടി സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് തെറ്റാണ് എന്നല്ല പറയുന്നത്. അനാവശ്യമായി സക്കാത്ത് നീട്ടിവെക്കാതിരിക്കുകയാണ് വേണ്ടത്. രണ്ടാമത്തെ ഒരു സംഗതി ആളുകൾ പലപ്പോഴും ചോദിക്കാറുള്ളത്, ഞാനൊരാൾ കുറച്ച് പൈസ കടം കൊടുത്തു, അയാൾക്കത് തിരിച്ചു വീട്ടാൻ കഴിയില്ല, അയാൾ ആണെങ്കിൽ ഫഖീറാണ്, മിസ്കീനാണ്, അപ്പൊ എനിക്ക് കുറച്ച് പൈസ സക്കാത്ത് കൊടുക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ നേരത്തെ അദ്ദേഹത്തിന് കൊടുത്ത പൈസ സക്കാത്തായി കണക്കൂട്ടാൻ പറ്റുമോ? ഇത് ഒരു ടൈപ്പ് ആളുകളുടെ ചിന്തയാണ്. വേറൊന്ന്, സക്കാത്ത് എങ്ങനെയാണ് കണക്കുകൂട്ടി കൊടുത്തിട്ടുണ്ടോ? കുറച്ചൊക്കെ ഞാൻ കണക്കൂട്ടി കൊടുത്തു, പിന്നെ ഞാൻ അപ്പോഴും ഇപ്പോഴൊക്കെ പലർക്കും പലതും കൊടുത്തിട്ടുണ്ട്, അതൊക്കെയാണ് സക്കാത്തായിട്ട് കണക്കൂട്ടാം. ഇത് രണ്ടാമത്തെ ഒരു ചിന്ത. ഇത് രണ്ടും ശരിയാണോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ആരാധന സ്വീകരിക്കണമെങ്കിൽ അതിന്റെ ഒന്നാമത്തെ മാനദണ്ഡം എന്താണ്? എല്ലാ ആരാധനകളെ കുറിച്ച് പറയുമ്പോഴും അതിന്റെ ആദ്യത്തെ റുക്ന് ആയി പറയാറുണ്ട്, ചില ആളുകൾ ശർത്തായി പറയാറുണ്ട്, അത് നിയ്യത്താണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കപ്പെടുന്ന നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ ആരാധന നിർവഹിക്കുമ്പോൾ നിയ്യത്തുണ്ടാകണം. നിയ്യത്ത് രണ്ട് കാര്യങ്ങളാണ് നിയ്യത്തിൽ ഉണ്ടാവുക. ഒന്ന്, എന്തിനു വേണ്ടി ചെയ്യുന്നു, അമലിന്റെ ഖസ്ദ്, ലക്ഷ്യം എന്താണ്?
ആൾക്കാരെ കാണിക്കാനാണോ? എന്തിനാ എന്നും തറാവീഹിന് വരുന്നത്? എല്ലാരും ഉണ്ടാവോടെ, ഞാൻ മാത്രം അല്ലെങ്കിൽ മോശല്ലേ? അയാളുടെ നീയത്ത് തെറ്റി, അയാൾക്ക് കൂലി കിട്ടൂല. മാത്രമല്ല ജനങ്ങളെ കാണിക്കുക എന്നത് ശിർക്കുൻ അസ്ഗറ, ചെറിയ ശിർക്കാണ്. തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ അയാൾ കുറ്റക്കാരനാണ്. മറ്റൊരാളെ കാണിക്കുക റിയാ എന്നുള്ളത് ശിർക്കുൻ അസ്ഗർ എന്നാ പറഞ്ഞത്. റിയാ വന്നാൽ അമല് പൊളിഞ്ഞു പോകുക മാത്രമല്ല, എന്തുകൂടെ സംഭവിക്കും? അയാൾ കുറ്റക്കാരനാവുക കൂടി ചെയ്യും. ഇത് അമലിന്റെ ലക്ഷ്യം നന്നാവുക എന്നതാണ് നിയ്യത്ത്. അള്ളാഹുവിന്റെ കൂലി കിട്ടാൻ, അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കാൻ, പരലോകത്ത് ഞാൻ കുറ്റക്കാരനാകാതിരിക്കാൻ. എന്തിനാന്ന് ജുമാക്ക് ഒരുങ്ങി പുറപ്പെട്ട് നമ്മളിവിടെ വന്നത്? അള്ളാഹു എനിക്ക് നിർബന്ധമാക്കിയ കർമ്മം ഞാൻ നിർവഹിക്കാൻ. രണ്ടാമത്തത് എന്താണ് അമൽ? അതാണ് നിയ്യത്തിലെ രണ്ടാമത് വരുന്നത്. ഞാൻ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ജുമുഅ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു എന്ന ചിന്തയോടൊപ്പം ഞാൻ ജുമുഅയാണ് നമസ്കരിക്കുന്നത് എന്ന ചിന്തയുണ്ടാകണം. ഇത് രണ്ടുമാണ് നിയ്യത്ത്. ഇതൊരു അമലിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഉണ്ടാകേണ്ടതാണ്. അപ്പൊ സക്കാത്ത് കൊടുക്കുമ്പോ നിയ്യത്ത് ഉണ്ടാകണം. വേറെ ഏതോ ഒരു സംഗതി കൊടുത്തു കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ട് അത് സക്കാത്താക്കാം. ഒരാൾ രാവിലെ സുബഹിക്ക് പള്ളിയിൽ ഒരു ഉദാഹരണം പറയുന്നത്, 2 റക്അത്ത് റവാത്തിബ് നമസ്കരിച്ചു, അല്ലെങ്കിൽ തഹയ്യത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ വേണ്ട, ഞാൻ നേരത്തെ നിസ്കരിച്ചത് സുബ്ഹിയായിട്ടാണ് പരിഗണിക്കാം. അങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ എന്നതുപോലെയാണ് ഏതെങ്കിലും ഒരു നിസ്കാരം നിസ്കരിച്ചിട്ട് ഇനി വേറൊരു നിസ്കാരത്തിന്റെ അക്കൗണ്ടിലേക്ക് വരവ് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ ഞാൻ അപ്പോഴും ഇപ്പോഴൊക്കെ പലർക്കും പലതും കൊടുത്തിട്ട് അതൊക്കെ എന്റെ സക്കാത്തായിട്ടുണ്ട് എന്ന് ചിന്തിക്കാൻ തരമില്ല. ഞാൻ നേരത്തെ ഒരാൾക്ക് കടം കൊടുത്തിട്ടുണ്ട്, അയാൾക്കത് വീട്ടാൻ കഴിയില്ല, അയാൾ മിസ്കീനാണ്, ഫഖീറാണ്, അതുകൊണ്ട് ഞാൻ അതിന്റെ സക്കാത്തിന്റെ മുതലിലേക്ക് വരവ് വെക്കാം, കണക്ക് വെക്കാം എന്ന് പറയാനും പാടില്ല. സക്കാത്ത് കണക്ക് കൂട്ടി കൊടുക്കണം, അതിന്റെ കണക്ക് തികച്ചു കൊടുക്കണം. കുറച്ച് അധികമായാൽ അത് സദഖയിലേക്ക് പോയിക്കോളും, കുറഞ്ഞു പോയാൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തിയ കുറ്റക്കാരനായി മാറും. അത് കൊടുക്കുമ്പോൾ അതിന്റെ നിയ്യത്ത് ആ സമയത്തുണ്ടാകണം. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ പലപ്പോഴും പറയാറുണ്ട്, നിസാബിന് പുറത്തുള്ളതിന് സക്കാത്ത് കൊടുത്താൽ മതിയോ? ചോദ്യം ഒന്നും കൂടെ വ്യക്തമാക്കിയാൽ വേഗം മനസ്സിലാവും. എപ്പോഴാണ് സ്വർണത്തിന്റെ സക്കാത്ത് നിർബന്ധമാവുക? സ്വർണം കയ്യിലുള്ള എല്ലാവർക്കും സക്കാത്ത് നിർബന്ധമാണോ? അല്ല. പിന്നെ 20 ദീനാർ എന്നാണ് പ്രവാചകൻ കണക്ക് കൂട്ടിയത്. ഇന്നത്തെ കണക്കനുസരിച്ച് 85 ഗ്രാം 85 ഗ്രാം ഒരാളുടെ കയ്യിൽ സ്വർണം ഉണ്ടാകുമ്പോഴാണ് അയാളുടെ നിസാബ് എന്ന് അതിന് പറയാം. സ്വർണം ഏതൊരു വസ്തുവാണെങ്കിലും അതിന്റെ മേലുള്ള സക്കാത്ത് നിർബന്ധമാകാൻ ഒരു പരിധിയുണ്ട്. ആ പരിധി എത്തുന്നതിനാണ് നിസാബ് എന്ന് പറയുന്നത്. സ്വർണത്തിന്റെ നിസാബ് 85 ഗ്രാമാണ്. 84 ഗ്രാം ഒരാളുടെ കയ്യിൽ സ്വർണം ഉണ്ടെങ്കിൽ അയാൾക്ക് സക്കാത്ത് നിർബന്ധമില്ല. 85 ഗ്രാം ഉണ്ടെങ്കിലാണ് സക്കാത്ത് നിർബന്ധം. ഇത് കുറെ ആളുകൾക്ക് അറിയാം. പക്ഷെ ആളുകളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചോദ്യം എന്താണ്? അപ്പൊ 85 ഗ്രാം 10 പവനും 5 ഗ്രാം ഉണ്ടാകുമ്പോഴാണ് സക്കാത്ത് നിർബന്ധമാവുക. അപ്പൊ 10 പവനും 5 ഗ്രാമും കഴിച്ച് ബാക്കിയുള്ളതിന്റെ സക്കാത്ത് കൊടുത്താൽ പോരെ എന്നാണ് ആളുകൾ ചിന്തിക്കാറുള്ളത്. അല്ലെ, നമ്മുടെ ഈ ഇൻകം ടാക്സ് ഒക്കെ നാട്ടിൽ കണക്കൂട്ടുക അങ്ങനെയാണ്. അതിന്റെ ഒരു സ്ലാബ് കണക്കൂട്ടുക. ഒരു നിശ്ചിത വരുമാനം വരെ സക്കാത്ത് ഉണ്ടാവില്ല, അതിന്റെ അപ്പുറമുള്ള ടാക്സ് ഉണ്ടാവില്ല, അതിന്റെ അപ്പുറമുള്ളതിന് ടാക്സ് കൊടുക്കും. അപ്പൊ ആദ്യത്തെ 12 ലക്ഷമാണ് പുതിയ ബഡ്ജറ്റ്. 12 ലക്ഷം വരെയുള്ള ആൾക്ക് സക്കാത്ത് ടാക്സ് ഇല്ല, അതിന്റെ അപ്പുറമുള്ളതിന് ഇത്ര ശതമാനം. അങ്ങനെയല്ല സക്കാത്ത്. 85 ഗ്രാം ആയാൽ സക്കാത്ത് കൊടുക്കാനുള്ള പരിധി എത്തി. പിന്നെ തന്റെ കയ്യിലുള്ള മുഴുവൻ സ്വർണത്തിന്റെയും 2.5% സക്കാത്ത് കൊടുക്കേണ്ടത്. 10 പവനും 5 ഗ്രാമും ഉണ്ടെങ്കിൽ 2.5% സക്കാത്ത് കൊടുക്കണം. 20 പവൻ ഉണ്ടെങ്കിൽ 20 പവനിന്റെയും 2.5%. അതിലെ 85 ഗ്രാം കുറച്ച് ബാക്കിയുള്ളതിന്റെ 2.5%. ടോട്ടലിന്റെ മുഴുവൻ തന്റെ കയ്യിലുള്ള സമ്പത്തിന്റെയും 2.5% സക്കാത്ത് കൊടുക്കണം. നിസാബ് എന്ന് പറയുന്നത് ആ നിസാബിന്റെ പരിധിയിൽപ്പെട്ടത് ഒഴിവാക്കാനല്ല, അത് തനിക്ക് സക്കാത്ത് നിർബന്ധമാകാനുള്ള പരിധിയാണ്. നിർബന്ധമാകാനുള്ള പരിധി എത്തിയാൽ പിന്നെ മുഴുവൻ അതിന്റെ 2.5% സക്കാത്ത് നൽകേണ്ടത് എന്ന് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്തൊരു ചോദ്യമാണ്, എന്താ എന്റെ കയ്യിൽ 10.5 പവൻ അല്ലെങ്കിൽ 11 പവൻ സ്വർണമുണ്ട്, നിസാബൊക്കെ എത്തി, അപ്പൊ കഴിഞ്ഞ കൊല്ലം ഞാൻ സക്കാത്ത് കൊടുത്തു, ഇനി ഈ കൊല്ലം ഞാൻ സക്കാത്ത് കൊടുക്കണം. അല്ലെങ്കിൽ എന്റെ കയ്യിൽ 5 ലക്ഷം രൂപ ബാങ്ക് ബാലൻസ് ഉണ്ട്, അതിന് ഞാൻ കഴിഞ്ഞ കൊല്ലം സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, ഈ കൊല്ലവും സക്കാത്ത് കൊടുക്കണം.
എല്ലാ വർഷവും സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുക്കാൻ ഒരു വർഷം തികയണം. നേരത്തെ നമ്മൾ പരിധി പറഞ്ഞതുപോലെ ഒരാളുടെ കയ്യിൽ 85 ഗ്രാം സ്വർണമുണ്ടെങ്കിൽ അയാൾക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായി. അത് 85 ഗ്രാം ആയ ഉടനെ തന്നെ സക്കാത്ത് കൊടുക്കണോ? വേണ്ട. 85 ഗ്രാം ഒരു വർഷം അയാളുടെ കയ്യിലുണ്ടാകും. നിസാബെത്തണം, ഹൗല് തികയണം. 2 നിബന്ധനകളാണ് പറയാ. വർഷം തികയണം. 15 പവൻ സ്വർണമുള്ള ആള് സ്വാഭാവികമായും സക്കാത്ത് കൊടുക്കും. മുഹറം മാസത്തിൽ അയാളുടെ കയ്യിൽ 15 പവൻ, മുഹറം 1-ന് 15 പവൻ സ്വർണം. അടുത്ത മുഹറം 1 അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കും. പക്ഷെ ദുൽഖഅദായ 5 പവൻ അയാൾ വിറ്റു, അയാളുടെ ജീവിതത്തിലെ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി, ഒരു അസുഖം വന്ന് ചികിത്സിക്കാൻ. അപ്പൊ 10 മാസമാണ് 15 പവൻ സ്വർണം കയ്യിലുണ്ടായിട്ടുള്ളൂ. പിന്നത്തെ 2 മാസം ഉണ്ടായിട്ട് അയാൾക്ക് സക്കാത്ത് നിർബന്ധമില്ല. കാരണം വർഷം തികഞ്ഞിട്ടില്ല. അപ്പൊ നിസാബെത്തിയാൽ മാത്രം പോരാ, അതിന്റെ മേൽ വർഷം തികയുക കൂടി വേണം. ഒരാളുടെ കയ്യിൽ 2 ലക്ഷം രൂപ ബാങ്കിൽ ബാലൻസ് ഉണ്ടായിരുന്നു. റമദാനിൽ 2 ലക്ഷം ബാങ്ക് ബാലൻസ് വന്നു. അടുത്ത റമദാൻ ആകുന്നതിന് മുമ്പ് പൈസ ചെലവഴിക്കപ്പെട്ടു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി. അയാൾക്ക് സക്കാത്തില്ല. അടുത്ത റമദാനിലും ആ തുകയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എത്ര തുകയാണോ ഉള്ളത് അതിൽ നിന്ന് അതിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതൊരു കൊല്ലം കൊടുത്ത പിന്നെ അതോടെ തീർന്നോ? ഇല്ല. അടുത്ത കൊല്ലം വീണ്ടും കൊടുക്കണം, അടുത്ത കൊല്ലം വീണ്ടും കൊടുക്കണം. അപ്പൊ ഒരാളുടെ പൈസ ഇങ്ങനെ കുറഞ്ഞു 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 പോകൂലേന്നാണ്. സക്കാത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമാ, വളർച്ച എന്നാണ്. സക്കാത്തിന്റെ വേറൊരർത്ഥം തസ്കിയ എന്ന് നമ്മൾ പ്രയോഗിക്കാറുണ്ട്. തസ്കിയത്ത് ക്ലാസ് എന്നൊക്കെ പറയും. സംസ്കരണം, തത്വീറുൽ മാല. സമ്പത്തിന്റെ ശുദ്ധീകരണം സക്കാത്തിലൂടെ നടക്കും. സമ്പത്തിന്റെ വർധനവ്, വളർച്ച സക്കാത്തിലൂടെ ഉണ്ടാകും. അതായത് ഒരു കച്ചവടം ചെയ്യുന്ന ഒരു മനുഷ്യൻ കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കച്ചവടത്തിൽ അല്ലാഹു അഭിവൃദ്ധി ഉണ്ടാക്കും. ഒരു കച്ചവടവും ഇല്ല, ഒരു വരുമാനവും ഇല്ല, അയാളുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കപ്പെട്ട സമ്പത്തിൽ നിന്നാണ് അയാൾ ജീവിക്കുന്നത്. അതിൽ നിന്ന് ഓരോ കൊല്ലം സക്കാത്ത് കൊടുക്കുമ്പോൾ അങ്ങനെ കുറഞ്ഞു വരൂലേ? കുറയില്ല. അല്ലാഹുവിന്റെ ബറക്കത്ത് അയാൾക്ക് ലഭിക്കും. അത് ഉള്ളത് കൂടുതൽ ചിലപ്പം ചെയ്യാം, ചിലപ്പോ ചെലവ് കുറയാണ് ചെയ്യുക. ഒരു വലിയ രോഗം വന്നാൽ കൂടുതൽ പണം ചെലവഴിക്കപ്പെടും. സക്കാത്ത് കൊടുക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ഒരു പക്ഷേ രോഗങ്ങളില്ലാതെ കാത്തു സൂക്ഷിക്കും. അയാളുടെ സമ്പത്ത് അവിടെ സുരക്ഷിതമാകുന്നു. ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളില്ലാതെ, പരീക്ഷണങ്ങളില്ലാതെ അല്ലാഹു അയാളെ ആ സക്കാത്ത് നൽകിയതിന്റെ ഭാഗമായി സമ്പത്തിൽ ബറക്കത്ത് നൽകുക എന്ന ഒരു സംഗതി അവിടെ നടക്കും. അതിന്റെ ചെലവ് കുറയുന്നു. ഞാൻ പറഞ്ഞ ഏത് നിലക്കും സക്കാത്ത് ബറക്കത്താണ്. ഒരുപക്ഷെ നമ്മുടെ ചെലവ് കുറച്ചുകൊണ്ട്, അല്ലെങ്കിൽ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹം നമ്മുടെ സമ്പാദ്യത്തിൽ ഉണ്ടാകും. എല്ലാ വർഷവും കണക്ക് നോക്കി അതിന്റെ നിശ്ചയം എത്ര ശതമാനമാണോ നൽകേണ്ടത്, സാധാരണ സ്വർണം, വെള്ളി, പിന്നെ കറൻസി, പണം എന്നുള്ളതിനൊക്കെ 2.5% വർഷത്തിൽ സക്കാത്ത് കൊടുക്കേണ്ടത്. അത് എല്ലാ വർഷവും നൽകണം. ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് മാത്രം നൽകി അതിന്റെ സക്കാത്തൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാൻ പാടില്ല. അത് മതപരമായി ശരിയല്ല. അഞ്ചാമത്തെ ഒരു സംഗതി, എനിക്ക് വിശാലമായ ഭൂമിയുണ്ട്, എനിക്ക് വലിയ വീടുണ്ട്, എന്റെ വീട്ടിൽ 2 കാറുണ്ട്. അപ്പൊ ഞാൻ എത്രയാണ് സക്കാത്ത് നൽകേണ്ടത്? ഭൂമിക്ക് സക്കാത്തില്ല, വീടിന് സക്കാത്തില്ല, വാഹനത്തിന് സക്കാത്തില്ല. വാഹനത്തിന് സക്കാത്തില്ല, ഭൂമിക്കോ വീടിനോ പിന്നെ ഒന്നും സക്കാത്തില്ല. എന്നാൽ ഈ സാധനങ്ങളെല്ലാം കച്ചവട വസ്തുവായിട്ടാണ് തന്റെ കയ്യിലുള്ളതെങ്കിലോ, ഒരാളുടെ കയ്യിൽ ചിലപ്പോ 2 ഏക്കർ ഭൂമി ഉണ്ടാവും, അത് അയാൾക്ക് അനന്തരാവകാശമായിട്ട് കിട്ടിയതാണ്, അല്ലെങ്കിൽ അയാൾ കൃഷിക്ക് വേണ്ടിയോ അയാളുടെ ആവശ്യത്തിന് വേണ്ടിയോ വാങ്ങിയിട്ടതാണ്, അതിന് സക്കാത്തില്ല. വേറൊരാൾക്ക് 10 സെന്റ് ഭൂമിയുള്ള അയാൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടി വരും. കാരണം അയാളത് വാങ്ങിയത് എന്തിനാ? കച്ചവടത്തിന് വേണ്ടി വാങ്ങിയതാണ്. കച്ചവടത്തിന് വേണ്ടി വാങ്ങിയാൽ ആ ഭൂമി കച്ചവട വസ്തുവാണ്. കച്ചവടത്തിന് വേണ്ടിയ വാങ്ങിയ വാഹനം കച്ചവട വസ്തുവാണ്. കച്ചവടം ചെയ്യാൻ വേണ്ടി വാങ്ങിയ വീട് കച്ചവട വസ്തുവാണ്. അതിന്റെ മാർക്കറ്റ് വില നോക്കി വർഷം തികയും അപ്പോഴത്തെ മാർക്കറ്റ് വില നോക്കി അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം.
അപ്പൊ കച്ചവട വസ്തു അല്ലാത്ത ഭൂമിയോ വാഹനമോ വീടോ അതിനൊന്നും സക്കാത്ത് നിർബന്ധമല്ല എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരാളുടെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്, ഒരു വർഷം ഇരുന്നാൽ അതിന് സക്കാത്ത് കൊടുക്കണം. 6 മാസം കഴിഞ്ഞപ്പോ ആ പൈസ കൊണ്ട് അയാൾ ഒരു വാഹനം വാങ്ങി. അപ്പൊ 10 ലക്ഷം ഒരു വർഷം തികയാത്ത കൊണ്ട് 10 ലക്ഷത്തിന് സക്കാത്തില്ല, വാഹനത്തിനും സക്കാത്തില്ല. പക്ഷെ അയാൾ വാഹനം വാങ്ങിയത് സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടാനാണെങ്കിലോ അള്ളാനെ പറ്റിക്കാൻ ശ്രമിക്കാൻ പാടില്ല. അത് പടച്ചോനെ പറ്റിക്കലാണ്. അള്ളാഹു നമ്മുടെ മനസ്സറിയും, അള്ളാഹു നമ്മുടെ ഉദ്ദേശം അറിയും. ആ സമ്പത്തിൽ ബറക്കത്തുണ്ടാവുകയില്ല. മാത്രവുമല്ല, നിർബന്ധ ബാധ്യതകളിൽ നിന്ന് ഒളിച്ചോടാൻ കുതന്ത്രം കാണിച്ചാൽ പരലോകത്ത് അവൻ പിടിക്കപ്പെടും. അല്ല ശരീരത്തിലേക്കല്ല, അല്ല രൂപത്തിലേക്കല്ല നോക്കുന്നത്. അല്ല നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ നീയത്ത് എന്താണ്, ലക്ഷ്യമെന്താണെന്ന് നമ്മേക്കാൾ കൂടുതൽ അല്ലാഹുവിനറിയാം. അല്ലാഹു അതിന്റെ പേരിൽ നമ്മളെ പിടികൂടുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ മറ്റു വരുമാനങ്ങളാണ് സാമ്പത്തികമായി, കറൻസിയായി നമ്മുടെ കയ്യിൽ കിട്ടുന്ന വരുമാനം. ശമ്പളമായി കിട്ടുന്നുണ്ടാകും, വാടകയായി കിട്ടുന്നുണ്ടാകും, അല്ലേ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്ക് മാസാമാസം പെൻഷനായി കിട്ടുന്നുണ്ടാകും. ഇതെല്ലാം ഒരു വർഷം അതിന്റെ കണക്ക് നോക്കി 2.5% സക്കാത്ത് കൊടുക്കണം. ശമ്പളത്തിന് സക്കാത്തുണ്ടോ, വാടകയ്ക്ക് സക്കാത്തുണ്ടോ? നമ്മൾ ഒരു വർഷം എത്ര സമ്പത്ത് വന്നു എന്നാ നോക്കേണ്ടത്. സാലറിയായി എത്ര കിട്ടി, അല്ലെങ്കിൽ പെൻഷനായി എത്ര കിട്ടി, വാടക ഇനത്തിൽ എത്ര കിട്ടി, ആ കിട്ടിയതിന്റെ നിസാബ് എത്രയാണ്? സ്വർണത്തിന് 10 പവനും 5 ഗ്രാമും ഉണ്ടെങ്കിലാണ് സക്കാത്ത് നിർബന്ധമാവുക എന്ന് പറഞ്ഞതുപോലെ കറൻസിക്ക് എത്ര രൂപ ഉണ്ടെങ്കിലാണ് ഒരാൾക്ക് സക്കാത്ത് നിർബന്ധമാവുക? വർഷം തികയണം, അതിനും വർഷം തികയുമ്പോൾ കൊടുത്താൽ മതി. എത്ര രൂപയാകണം? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 595 ഗ്രാം വെള്ളിയുടെ വിലക്ക് സമാനമായ തുക എത്രയാണോ അത്ര എത്തിയാൽ സക്കാത്ത് കൊടുക്കാനുള്ള നിസാബെത്തി. നബിയുടെ കാലത്ത് 595 ഗ്രാം വെള്ളിക്കും 85 ഗ്രാം സ്വർണത്തിനും ഒരേ മൂല്യമായിരുന്നു. ഇന്ന് സ്വർണത്തിന്റെ മൂല്യം കൂടി വന്നു. അപ്പോ ആ മൂല്യത്തിന് സമാനമായ പൈസ കയ്യിലുണ്ടാകുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഒന്നിന് കൂടുതൽ മൂല്യവും ഒന്നിന് കുറച്ച മൂല്യമാണെങ്കിൽ അതിലെ കുറഞ്ഞതിന്റെ വിലക്ക് സമാനമായ തുക കയ്യിലുണ്ടെങ്കിൽ, വളരെ ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞാൽ 595 ഗ്രാം വെള്ളി ഏകദേശം ഒരു 63,000-നും 64,000 രൂപക്കും ഇടയിലാണ് എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഏകദേശം ഒരാഴ്ച മുമ്പ് നോക്കിയപ്പോ ഏകദേശം അത്രയാണ് വരുന്നത്. 595 ഗ്രാം വെള്ളിയുടെ വില. ആ വിലക്ക് സമാനമായ പണം ഈ 63,000-ലധികം ഉറപ്പുവരുത്തണം. ആ തുക ഒരാളുടെ കയ്യിൽ വരികയും ഒരു വർഷം തികയുകയും ചെയ്താൽ അതിന്റെ 2.5% അയാൾ സക്കാത്ത് കൊടുക്കണം. ഈ നാട്ടില് ഭയങ്കര സമ്പന്നന്മാരായ ആളുകൾക്ക് മാത്രമുള്ളതാണ് സക്കാത്ത് എന്ന് ചില ആളുകൾ ചിന്തിക്കും. അയാളുടെ ബാങ്കിൽ 1 ലക്ഷം രൂപ കിടക്കുന്നുണ്ട്, അതിന് സക്കാത്തുണ്ട്. ഈ പറഞ്ഞ മാനദണ്ഡം അനുസരിച്ച് ഒരു വർഷം തികയും അതിന്റെ സക്കാത്ത് കൊടുക്കണം. ശമ്പളക്കാർക്കൊക്കെ പലപ്പോഴും ഓരോ മാസമാണ് കിട്ടുക. അതുകൊണ്ട് ഓരോ മാസത്തിന്റെയും ഓരോ കൊല്ലം കഴിയുക എന്ന് നോക്കണില്ല. ആകെ ഒരു വർഷത്തിൽ എത്ര കിട്ടി, അതിൽ തന്റെ അത്യാവശ്യ ചെലവുകൾ കഴിച്ചു ബാക്കിയുള്ളതിന്റെ 2.5% സക്കാത്തായി നൽകണം. അത് ഒരു വർഷം ഒരുമിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഓരോ മാസവും കിട്ടുന്നതിൽ കൊടുക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല, തടസ്സമില്ല. അതുപോലെ തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് ബാലൻസ് ഉണ്ടാവും, PF പണം ഉണ്ടാവും. ഇതിനൊക്കെ നമ്മൾ സക്കാത്ത് നൽകേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ പൈസ ബാങ്കിൽ പണമുള്ളവന്റെ, ശമ്പളമുള്ളവന്റെ എത്ര രൂപ എത്തിയാലാണ് സക്കാത്ത് കൊടുക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കി. 595 ഗ്രാം വെള്ളിയുടെ വിലക്ക് സമാനമായ തുക ഒരു വർഷം എത്തിയാൽ അതിന് സക്കാത്ത് കൊടുക്കണം. അത് നമ്മൾ മറന്നു പോകരുത്. പിന്നെ പലപ്പോഴും ആളുകൾ പറയാറുണ്ട് കാലികൾക്ക് സക്കാത്തുണ്ട്, ആടിന് സക്കാത്തുണ്ട്, മാടുകൾക്ക്, പശുവോ പോത്തോ അങ്ങനത്തെ മാടുകൾക്ക് സക്കാത്തുണ്ട്, ഒട്ടകങ്ങൾക്ക് സക്കാത്തുണ്ട്, അല്ലേ? അവ മേഞ്ഞു തിന്നുന്ന ജീവജാലങ്ങളാണ് ഇങ്ങനെയെങ്കിൽ അവയുടെ ഓരോന്നിനും ഓരോ അളവുണ്ട്. 5 ഒട്ടകമുണ്ടെങ്കിലാണ് ഒരാടിന് സക്കാത്ത് കൊടുക്കേണ്ടത്. 30 പശു ഉണ്ടെങ്കിലാണ് സക്കാത്ത് നിർബന്ധമായി നിസാബ്. അങ്ങനെ 40 ആടുണ്ടെങ്കിലാണ്
ഒരു ആടിന് സക്കാത്ത് കൊടുക്കേണ്ടത്. പിന്നെ 121 ആയാലാണ് അടുത്തത് കൊടുക്കേണ്ടത്. എന്നാൽ അത് നമ്മൾ തീറ്റ കൊടുത്ത് കാലിത്തീറ്റ കൊടുത്ത് വളർത്തി ഫാമിലിട്ട് വളർത്തി ഉണ്ടാക്കുകയാണെങ്കിൽ മേഞ്ഞു തിന്ന് നമുക്കാണ് ഈ സക്കാത്ത്. അപ്പൊ അവക്ക് അവയുടെ ഉൽപ്പന്നങ്ങൾ കച്ചവട മുതലായി കണക്കാക്കി കച്ചവടത്തിന്റെ സക്കാത്ത് കണക്കാക്കും പോലെ കണക്കാക്കിയാണ് കൊടുക്കേണ്ടത്. അപ്പൊ ആളുകൾ പലപ്പോഴും പറയാറുണ്ട്, ചില ആളുകൾ കോഴി ഫാമൊക്കെ നടത്താറുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവജാലങ്ങളൊക്കെ വളർത്താറുണ്ട്. അവ ഒരുപക്ഷെ വലിയ ആയിരക്കണക്കിന് എണ്ണ ഉണ്ടാവും, വലിയ വരുമാനം ഉണ്ടാവും. അതിന്റെയൊക്കെ സക്കാത്തും ആ വസ്തുക്കൾക്ക് ആടിനും ആടിനും ഒട്ടകത്തിനുമാണ് അവ എത്ര എണ്ണായാൽ എത്ര സക്കാത്ത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്, ഇസ്ലാമിക പ്രമാണങ്ങളിൽ വന്നിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം കച്ചവട വസ്തുക്കളാണ്. കച്ചവട വസ്തുക്കളാണ്. അതിനെ കച്ചവട വസ്തുവായി പരിഗണിച്ചാണ് അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ കച്ചവട വസ്തുക്കളുടെ സക്കാത്ത് എങ്ങനെയാണ് കണക്കാക്കുക? കച്ചവട വസ്തുക്കളുടെ സക്കാത്ത് എങ്ങനെയാണ് കണക്കാക്കുക? അയാളുടെ മൂലധനവും അയാളുടെ വർഷം തികയുമ്പോൾ അയാളുടെ പിന്നെ വിൽക്കാൻ വെച്ചിട്ടുള്ള വസ്തുക്കളുടെ മാർക്കറ്റ് വിലയും ലാഭവും ഇതെല്ലാം കൂടി കണക്കാക്കി അതിന്റെ 2.5% കൊടുക്കണം. ഒരാളുടെ കയ്യിൽ 5 ലക്ഷം രൂപ മുഹറം 1 വന്നു. അയാൾ ഒരു ശഅബാൻ മാസത്തിൽ കച്ചവടം തുടങ്ങി. അയാൾ എപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? അയാളുടെ കയ്യിൽ പണം മുഹറം 1 വന്നതുകൊണ്ട് മുഹറം മുതൽ ആ പൈസയുടെ കണക്ക് കൂട്ടണം. അടുത്ത മുഹറം 1 ആകുമ്പോൾ അയാൾ 5 ലക്ഷം രൂപക്ക് മുതൽ മുടക്കി പിന്നെ തുടങ്ങിയ സ്ഥാപനത്തിലെ മുഴുവൻ വസ്തുക്കളുടെയും മാർക്കറ്റ് വില എത്രയെന്ന് നോക്കണം. അതിൽ നിന്ന് അയാൾ കിട്ടിയ ലാഭമായി തന്റെ കയ്യിൽ എത്ര പണമുണ്ട് നോക്കണം. അപ്പോ കച്ചവട വസ്തുക്കളുടെ വില നോക്കണം, അതിൽ നിന്ന് കിട്ടിയ ലാഭം കൂടി കൂട്ടിച്ചേർത്ത് അതിന്റെ ടോട്ടലിന്റെ 2.5% അയാള് സക്കാത്ത് കൊടുക്കണം. നേരത്തെ പണമൊന്നുമില്ല, മുഹറം 1 അയാളുടെ കയ്യിൽ പണം വന്നു, അപ്പൊ തന്നെ കച്ചവടം തുടങ്ങിയാൽ അടുത്ത മുഹറം 1 ആയാൽ ആ മൊത്തം വിൽക്കാൻ വെച്ച വസ്തുക്കളുടെ മാർക്കറ്റ് വില കണക്കാക്കുന്നു, അതിൽ നിന്ന് കിട്ടിയ ലാഭവും കണക്കാക്കുന്നു, രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് അതിന്റെ 2.5% സക്കാത്തായി നൽകുന്നു. ഇതാണ് സക്കാത്ത് കൊടുക്കുന്ന രീതി. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഞാൻ പറഞ്ഞതൊന്നും ജനുവരി കച്ചവടം തുടങ്ങി, ഫെബ്രുവരിയിൽ കച്ചവടം തുടങ്ങി, മാർച്ചിൽ ബാങ്ക് ബാലൻസ് വന്നു, ഏപ്രിലിൽ സ്വർണം കിട്ടി എന്നല്ല പറഞ്ഞു. എല്ലാം അറബി മാസങ്ങൾ. അതുകൊണ്ട് വർഷം കണക്കാക്കേണ്ടത് ഹിജ്റ വർഷമാണ്. നമ്മൾ സാധാരണ എന്തൊരു സാമ്പത്തിക ഇടപാട് നടത്തുമ്പോഴും ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് അത് ശ്രദ്ധിക്കണം. ഇസ്ലാമിലെ ആരാധനകൾക്ക് കണക്ക് തീരുമാനിക്കുന്നത് ഹിജ്റ വർഷം അനുസരിച്ചാണ്. മറ്റേ മാസവും വർഷവും ദിവസവും നമ്മുടെ കയ്യിൽ കണക്കുണ്ടാവും, ഹിജ്റ വർഷത്തിന്റെ കണക്കുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഹിജ്റ വർഷം എന്നതാണ് ഇതിന്റെ കണക്ക് നോക്കാനുള്ള വഴി. അതിന്റെ മാനദണ്ഡമാക്കിയാണ് നമ്മൾ സക്കാത്ത് നൽകേണ്ടത് എന്നതുകൂടി അതിന്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇനി പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, എല്ലാ കൃഷി ഇനങ്ങൾക്കുമുള്ള സക്കാത്ത് എങ്ങനെയാണ്? എല്ലാ കൃഷി ഇനങ്ങൾക്കും സക്കാത്ത് ഉണ്ടോ? പൊതുവിൽ പറയാറുള്ളത് നാട്ടിലെ പ്രധാന ഭക്ഷണം ഖൂത്ത് ആയിരിക്കുക, മായുദ്ദഖറു വമായുകാലു എന്നൊക്കെയാണ് സക്കാത്ത് നൽകപ്പെടേണ്ട കൃഷി വസ്തുക്കളുടെ സക്കാത്തായി നൽകപ്പെടേണ്ട കൃഷി ഇനങ്ങളുടെ പിന്നെ മാനദണ്ഡം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അരി, ചില സ്ഥലത്ത് ഈത്തപ്പഴ ഒരു പ്രധാന ഭക്ഷണമാണ്, ചില സ്ഥലത്ത് ഗോതമ്പ് ഒരു പ്രധാന ഭക്ഷണമാണ്, ചില സ്ഥലത്ത് മുന്തിരി ഉണക്കി സൂക്ഷിക്കാൻ പറ്റാവുന്ന എടുത്തു വെക്കാൻ പറ്റാവുന്ന പച്ചക്കറിക്ക് പച്ചക്കറി എന്ന നിലയ്ക്ക് കൃഷി ഇനത്തിന് സക്കാത്തില്ല. എന്നാൽ അത് വ്യാപകമായി ഉണ്ടാക്കി കച്ചവടം ചെയ്യുന്നതിനെ കച്ചവട വസ്തുവായി പരിഗണിച്ച് അതിന് സക്കാത്ത് കൊടുക്കണം. സൂക്ഷ്മതയ്ക്ക് എല്ലാ കൃഷി ഇനങ്ങൾക്കും സക്കാത്ത് കൊടുക്കുകയാണ് നല്ലത് എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. എല്ലാ കൃഷിയായി തന്നെ പരിഗണിച്ച് സക്കാത്ത്. അപ്പൊ കൃഷിയായി തന്നെ പരിഗണിക്കണമെന്നുണ്ടോ? കച്ചവടമായി പരിഗണിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ കച്ചവടത്തിന് 2.5% സക്കാത്ത്, കൃഷിക്കോ കൃഷി ഇനങ്ങൾക്ക് 10% സക്കാത്ത്. കച്ചവടമാകുമ്പോൾ സക്കാത്ത് കൊടുക്കുന്നതിന്റെ അളവ് കുറയും. കൃഷി തന്നെ നനക്കാൻ ചെലവ് കൂടുതലുണ്ടെങ്കിൽ 5% കൊടുത്താൽ മതി. ഹദീസുകളിലും കിതാബുകളിലുമെല്ലാം നനക്കുവാൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആളുകൾ പറയും ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ കുറെ അധികം ചെലവുണ്ട്. അതൊന്നും എല്ലാ കാലത്തും കൃഷിക്ക് ആളുകളെ കൂലിക്കുകയും ചെലവ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മഴയാണോ നനച്ചത്,
അരികിലൂടെ ഒഴുകുന്ന നദിയാണോ നനച്ചത് അതിന്റെ 10% കൊടുക്കണം. അതല്ല വെള്ളം നനക്കാൻ വലിയ ചെലവുണ്ടായിട്ടുണ്ടോ അതിന്റെ 5% കൊടുത്താൽ മതി. മറ്റു പിന്നെ ജോലിയാണ് ഇപ്പൊ പൈസ അധികം ചെലവായിട്ടുള്ളതെങ്കിലോ 10% തന്നെ കൊടുക്കണമെന്നാണ് പറയുന്നത്. മറ്റു ചെലവുകൾ കൂടിയത് കൊണ്ട് സക്കാത്തിന്റെ ശതമാനത്തിൽ കുറവ് വരില്ല. 5 വസ്തു ഉണ്ടാകുമ്പോഴാണ്. അരി പറയും ഏകദേശം 652 കിലോ, ഗോതമ്പ് 612 കിലോ എന്നൊക്കെയാണ് പറയാറ്. അപ്പോഴാണ് കൃഷിയുടെ സക്കാത്തിന്റെ നിസാബ്. അതിന് തുല്യമായ അല്ലെങ്കിൽ അരിയുണ്ടെങ്കിൽ നെല്ലുണ്ടായിട്ടുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ, ഒരു വിളവെടുപ്പിൽ അത്ര കിട്ടിയോ എന്നല്ല നോക്കുക, ഒരു വർഷത്തിൽ അത്ര കിട്ടിയോ എന്നാണ് നോക്കുക. 5 വസ്തു 652 കിലോ നെല്ല് ഒരാൾക്ക് ഒരു വിളവെടുപ്പിൽ കിട്ടിയാൽ എനിക്ക് സക്കാത്ത് നിർബന്ധമായി, ഇല്ലെങ്കിൽ ആയില്ല എന്നല്ല കരുതേണ്ടത്. ഒരു വർഷം 2 വിളവുള്ള ഒരാള് 2 വിളയിലും കൂടി അത്ര കിട്ടിയാൽ സക്കാത്ത് കൊടുക്കണം. എല്ലാ കൃഷിയിനങ്ങൾക്കും ഉണ്ടോ? നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷെ മറ്റു കൃഷിയിനങ്ങളെ കച്ചവട വസ്തുവാക്കി കണ്ട് അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കുന്ന രൂപമാണ് നമ്മൾ കാണേണ്ടത്. ഞാനിങ്ങനെ അടുപ്പിച്ചിട്ടില്ലാണ്ട് പറഞ്ഞു പോയത്, പൊതുവിൽ ആളുകളുടെ ഭാഗത്ത് വരാറുള്ള ചോദ്യങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് നമ്മൾ ഇതിന്റെ സംശയങ്ങൾ തീർത്തു പോകാം എന്ന നിലക്കാണ് സൂചിപ്പിച്ചു. സഹോദരങ്ങളെ, കൊടുക്കണമെന്നൊരു മനസ്സുണ്ടായാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ധാരാളമായി നൽകും, നമുക്ക് കൊടുക്കാൻ സാധിക്കും. വിശിക്ക് വെക്കുന്ന രൂപം ഒരിക്കലും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. കണക്ക് നോക്കി, കാലം കണക്കാക്കി കൃത്യസമയത്ത് സക്കാത്ത് നൽകാൻ പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ തഖ്വയുള്ള അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്നത്തെ കളക്ഷൻ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മദ്രസക്ക് വേണ്ടിയാണ്. ഏകദേശം 120ഓളം കുട്ടികളും 8 അധ്യാപകരും ഇവിടെയുണ്ട്. 8 അധ്യാപകരുണ്ടാവും. സ്വാഭാവികമായും എല്ലാ മാസവും അതിലേക്ക് ഒരു ഭാരിച്ച ചിലവ് വരും. കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മളെല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ അത് പരിഹരിക്കാൻ സാധിക്കും. എല്ലാവരും അകമഴിഞ്ഞ് ആ കാര്യത്തിൽ ശ്രദ്ധ നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ജാമിഅൽ ഹിന്ദിന്റെ കളക്ഷൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു. ധാരാളം കുട്ടികൾ ആഴത്തിൽ ദീന് പഠിക്കുന്ന വലിയ സംവിധാനമാണ്. ഇന്നതിന്റെ കളക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പൊ അത് നിങ്ങൾ കരുതി വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ നൽകണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ പറഞ്ഞു വന്ന വിഷയം സക്കാത്തുമായി ബന്ധപ്പെട്ടതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിർബന്ധ ഉത്തരവാദിത്തങ്ങളിൽ, നിർബന്ധ ബാധ്യതകളിൽപ്പെട്ട ഒരു സംഗതിയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അത് ഞാനതിന് ബാധ്യസ്ഥനാണോ എന്ന് ഓരോ ആളുകളും ചിന്തിക്കുകയും അതിന്റെ കണക്ക് നോക്കുകയും സമയത്തിൽ നൽകുകയും വേണം. സൂറത്ത് തൗബയിലെ 34-35 ആയത്തുകൾ അല്ലാഹു പറയുന്നു, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സ്വർണവും വെള്ളിയും ശേഖരിച്ചു വെച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ അതിന്റെ ദാനം നിർവഹിക്കാത്തവർക്ക്, അഥവാ സക്കാത്ത് നൽകാത്തവർ, അവർക്ക് പ്രവാചകരെ വേദനാജനകമായ ശിക്ഷ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. യൗമ യുഹ്മ അലൈഹാ ഫീ നാരി ജഹന്നം. അവരെ നാളെ നരകാഗ്നിയിലിട്ട് കരിച്ചു കളയും, ചൂടുവെക്കും. ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും. അവരുടെ മുതുകുകളും അവരുടെ പാർശ്വഭാഗങ്ങളും അവരുടെ നെറ്റികളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ ചൂടുവെക്കും. അല്ലാഹു പറയും, ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ശേഖരിച്ചുണ്ടാക്കിയ നിധിയായി കാത്തു സൂക്ഷിച്ചതാണിത്. നിങ്ങൾ അന്ന് സക്കാത്ത് നൽകാതെ
കാത്തു സൂക്ഷിച്ച ആ നിധിയുടെ ഫലം നിങ്ങൾ ഇപ്പോൾ ഈ നരകത്തിൽ അനുഭവിക്കുവിൻ എന്ന് അള്ളാഹു അവരോട് പറയുന്നു. നിസ്സാരമായ ന്യായങ്ങൾ പറഞ്ഞ്, നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് സക്കാത്തിൽ നിന്ന് മാറി നിൽക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഗൗരവമുള്ള വിഷയമാണ്, പഠിക്കണം, സമയത്തിന് നൽകണം. പലപ്പോഴും ആളുകൾ പറയാറുണ്ട് എനിക്ക് കടമുണ്ട്, അതുകൊണ്ട് എനിക്ക് സക്കാത്തില്ല എന്നൊക്കെ പറയാറുണ്ട്. കടം ഉള്ള ഇല്ലാത്ത ആരാണ് ഉണ്ടാവുക? മിക്കവാറും ആളുകളൊക്കെ കടം വാങ്ങി ഒക്കെയാണ് കച്ചവടമൊക്കെ നടത്തുക. അപ്പോൾ ഒരാൾക്ക് കടമുണ്ട്, അയാളുടെ കയ്യിൽ പണവുമുണ്ട്, ആ പണത്തിന്റെ ഒരു വർഷം തികയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അയാൾ അപ്പോൾ ആ കടം വീട്ടുന്നില്ലെങ്കിൽ അയാൾ അതിന്റെ സക്കാത്ത് കൊടുക്കണം. 5 ലക്ഷം രൂപ കടം, 5 ലക്ഷം രൂപ അയാളുടെ കയ്യിലുണ്ട്. റമദാൻ 1 ആയപ്പോ 5 ലക്ഷത്തിന് ഒരു വർഷം തികഞ്ഞു. അയാൾ ശവ്വാലിലെ 5 ലക്ഷം കൊടുക്കുള്ളൂ, കടം വീട്ടുള്ളൂ. അതുകൊണ്ട് അപ്പൊ കടം വീട്ടുന്നില്ല എങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കണം. അതുകൊണ്ട് കടബാധ്യതയുള്ളവൻ സക്കാത്തിന് അർഹനാണ്. അതാ ഏത് കടബാധ്യതയുള്ളവനാണ്? സ്വന്തമായി അധ്വാനിച്ച് സമ്പാദിച്ച് വീട്ടാൻ കഴിവില്ലാത്ത ഫക്കീറോ മിസ്കീനോ ആയിട്ടുള്ള കടബാധ്യതനാണ് സക്കാത്തിന്റെ അവകാശിയായി മാറുക. അല്ലാതെ കടം കുറച്ചാൾക്കാർ കൊടുക്കാനുണ്ട് എന്നുള്ളതുകൊണ്ട് അയാൾ സക്കാത്തിന്റെ അഹ്ലുകാരനിൽ ഉൾപ്പെടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് എങ്ങനെയാണ് ആളുകൾ പലപ്പോഴും ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള വഴികൾ കണ്ടെത്താൻ ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ ചില ചിന്തകളൊക്കെയാണ് ഉണ്ടാകാറുള്ളത്. അള്ളാഹു ആരാധനകളെ ശരിയാം വിധം നിർവഹിക്കാനും അതിന്റെ പ്രതിഫലമായി റബ്ബിന്റെ അനുഗ്രഹപൂർണമായ ജന്നാത്തുൽ ഫിർദൗസിനെ നാളെ കൈവരിക്കാനും നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലെ നമ്മുടെ പ്രധാനുഷ്ഠാനം, നമ്മുടെ തറാവീഹ് നമസ്കാരം, നമ്മുടെ ദാനധർമ്മങ്ങൾ, നമ്മുടെ ഖുർആൻ പാരായണം എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റമദാനിലെ ഓരോ നിമിഷങ്ങളും ഓരോ കർമ്മങ്ങളും നാളെ മീസാനിൽ ഘനം തൂങ്ങുന്ന വലിയ സ്വാലിഹാത്തുകളായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ കൊണ്ട്, ബുദ്ധിമുട്ടുകൾ കൊണ്ട് ജീവിതം കഷ്ടപ്പാടിലായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കുകയും രോഗങ്ങൾക്ക് ശമനം നൽകുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ വിശ്വാസി സഹോദരങ്ങൾ, അള്ളാഹു അവർക്ക് ആ പ്രയാസങ്ങൾക്ക് ഒരു തുറവി നൽകുകയും വിശ്വാസ സ്വാതന്ത്ര്യവും ആരാധനാ സ്വാതന്ത്ര്യവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അള്ളാഹു അവർക്ക് കരുണ ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ أجرنا من النار وأدخلنا الجنة يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وصحبه وسلم.